മനസ്സിലാവണം. ഒരു എന്താ പറയാ, ഒരു മന്ദഹാസം, ഒരു ചെറിയ നാണം പോലെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഭർത്താവ് വളരെ ഒരു കഠിനാധ്വാനിയാണ്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്. കണ്ടോ, ഇതൊരു വലിയ കാര്യം പറഞ്ഞതില് ഞാൻ പറഞ്ഞു, നീ ഇത് ഇന്ന് വൈകുന്നേരത്ത് പോയിട്ട് അദ്ദേഹത്തോട് പറയാം. ആ ചെന്നായിയോട്, മനസ്സിലായോ, ആ ചെന്നായിയോട് കുഞ്ഞോട് എന്ത് പറയണം? നിങ്ങൾ വളരെ കഠിനാധ്വാനിയാണ്. നിങ്ങളുടെ ഈ കഠിനാധ്വാനത്തിലൂടെയാണ് ഞങ്ങൾ ഈ കുടുംബം മുഴുവൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 1-2 ചോദിച്ചു, വീണ്ടും 2-3 നല്ല കാര്യങ്ങൾ ദൈവം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് നീ പോയിട്ട് ഇത് പറയണം, എന്നിട്ട് നാളെ രാവിലെ എന്നോട് വന്ന് വിവരം പറയണം. അപ്പം ഞാൻ മരുന്ന് മാറ്റി കഴിക്കാൻ. ആദ്യം വിളിച്ചു, അവർ വിളിച്ച് അതൊന്നും പറഞ്ഞ് അങ്ങേക്കൊന്നും ഉണ്ടാകാൻ പോണില്ല. അല്ല, ഒന്ന് പറഞ്ഞു നോക്കാം. ഏതായാലും ഞാനിങ്ങനെ പറയണതല്ല, ഒരു ട്രയലായിട്ട്, ഒരു പരീക്ഷണാർത്ഥം പറഞ്ഞു. അപ്പൊ അത് ഞാൻ ചോദിച്ചത് അന്നേരം നാളെ ധ്യാനത്തിന് കൊണ്ട് ധ്യാനവും ആ പ്രദേശത്തൊന്നും പുലി വരില്ല. ഇന്നേ ഒരു ധ്യാനവും കൂടിയിട്ടുള്ള ധ്യാനത്തിനെയൊക്കെ പുച്ഛമാണ്. ഇങ്ങനെയൊക്കെ ടൈപ്പാളുണ്ട്. എന്തിനു വേണം ഇവിടെ സമ്മതിച്ചു. പിറ്റേ അന്ന് രാത്രി പോയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ വിവരം പറയാം. നമ്മൾ വരണേ, ഇതും പറഞ്ഞ് പേടിച്ച് വരാതിരിക്കരുത്. ഞാനൊന്നും ചെയ്യില്ല, ഒന്നും പറയില്ല, ദേഷ്യപ്പെടില്ല. എനിക്ക് ആകാംക്ഷയാണ്, എന്താ ഈ കുഞ്ഞാട് ചെന്നായും ഒന്നിച്ചു വസിക്കും എന്ന വചനം എങ്ങനെ പൂർത്തിയാകുന്നുള്ളത് അറിയാം. രാവിലെ ഞാൻ ഇതേമായിട്ട് വന്നു പോണ ധ്യാനമായിട്ട് രാവിലെ ഞാൻ നേരത്തെ വന്നപ്പോൾ ആ പള്ളിയുടെ ഉമ്മരത്ത് തന്നെ, ഓണിന്റെ ഉമ്മരത്ത് തന്നെ ഇവളും ഭർത്താവും അവിടെ നിൽക്കുകയാണ്. ഇവളുടെ കൂടെ ഈ ഭർത്താവ് തന്നെ എനിക്ക് മനസ്സിലായി, ഇയാൾ നിൽക്കുകയാണ്. എന്താ ഒരു കഥയുമാണ് പോയി സ്ട്രോങ് മാൻ. എനിക്ക് ആദ്യം പേടിയായി, എന്തെങ്കിലും പ്രശ്നമാവോ ഇപ്പോൾ. ഇയാള് ഞാൻ മുന്നോട്ട് എന്നൊക്കെ പേരെ ഇങ്ങനെ കാണിച്ചിട്ടതാണ് തോമസ് പോർട്ടുകൊണ്ടാണ്. ഇയാളാണ് തോമസ് പോർട്ട്. ഉടനെ എന്നെ മുമ്പോട്ട് വന്നിട്ട് കഴിച്ചു, തോമസ് പോർട്ട്, നിങ്ങൾ എന്താ എൻ്റെ ഭാര്യ ചെയ്തേ? ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്യില്ല. അപ്പൊ എനിക്ക് ആദ്യം ഇയാള് ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് ഇയാളെ എന്നെ പേടിപ്പെടുത്തണമായി ചോദിച്ചു. ഞാൻ എനിക്ക് ഭയങ്കര ഒരു സംശയം തോന്നി, എന്ത് പറ്റിയ. ഇയാള് പറയാണ്, എൻ്റെ ഭാര്യ ആകെ മാറിപ്പോയി. ഇന്നലെ വൈകുന്നേരം ഇവളെന്നോട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇതെന്റെ ഭാര്യ തന്നെയാണ് ഈ പറയുന്നത്. മാത്രമല്ല അതിനുശേഷം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വളരെ സന്തോഷമായിട്ട് പങ്കുവെച്ച് വാസ്തവത്തിൽ ഞങ്ങളുടെ ഒരു 2ാമത്തെ ഹണിമൂണായിരുന്നു. എനിക്ക് ഭയങ്കര ആനന്ദം. ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, ഇന്ന് ഞാൻ ജോലിക്ക് വരണില്ല എന്ന് പറഞ്ഞു. സംഭവമാണ്. കുഞ്ഞാടും ചെന്നായിയും ഒന്നിച്ചു വസിച്ചോ? ഈ ചെന്നായിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ ചെന്നായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ നല്ല കാര്യം പറയുമ്പോൾ ചെന്നായിക്ക് ഭയങ്കര സന്തോഷമാണ്. നിത്യമാ പ്രകാശ
ആദ്യ ലേഖനം 12-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ പറയുന്നത്, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാൻ പറ്റില്ല. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഈശോ തന്നെ പറഞ്ഞു, തിന്മയെ എതിർക്കരുത്. ആളുകൾ തിന്മ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ എതിർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പന്തമ്മ അടിക്കുമ്പോൾ പന്ത് കൂടുതൽ പൊങ്ങി വരുന്നത് പോലെ നമ്മളൊരാൾക്ക് നമ്മളുടെ ഭർത്താവോ ഭാര്യയോ എന്തെങ്കിലും തിന്മയായിട്ട് നമ്മളോട് പറഞ്ഞു, വഴക്ക് പറഞ്ഞു, നീ അങ്ങനെ പറയണോ ഞാൻ നമ്മൾ ഉടനെ അതിനെ എതിർത്ത് വീണ്ടും പറയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ അടുത്തത് ഇതിനും വലുതായിട്ട് സംഭവിക്കാം. ഇവിടെ എന്ത് വേണം? ഇവിടെയാണ് ജ്ഞാനത്തിന്റെ പ്രവർത്തനം. ഇവിടെ ആ വ്യക്തിയിൽ ഈ തിന്മകളൊക്കെ ഉണ്ടായിരിക്കെ നമ്മുടെ ജ്ഞാനം കാണണം. ആ തിന്മയെ നോക്കാതെ അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നന്മയുണ്ടോ? അതാണ് ഈശോ വന്നത്. ഈശോ വന്നിട്ട് ഈ പാപികളിൽ എല്ലാവരെയും നമ്മൾ കണ്ടില്ലേ? ഈശോ വന്ന പാപികളുടെ ക്യൂയിൽ നിന്നുകൊണ്ട് യോഹന്നാൻ മൗദാന്റെ അടുത്ത് ചെന്നേക്കാൾ പതുക്കെ ഞാനും ഇവരുടെ കൂടെ തന്നെ കേട്ടോ. ആരാ പറയുന്നത്? പരമപരിശുദ്ധനായ ദൈവം തന്നെയായ യേശു തമ്പുരാൻ വേശ്യകളുടെയും ചുങ്കക്കാരുടെയും നിൽക്കുന്ന ലൈനിൽ നിന്നിട്ട് യോഹന്നാൻ മൗദാന്റെ അടുത്ത് വന്നിട്ട് പറയാം, എല്ലാ നീതിയും പൂർത്തിയാകാൻ വേണ്ടി എന്നെയും നോക്ക്. സ്നേഹമുള്ളവരെ, നന്മയെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ എന്നതാണ് ജ്ഞാനം. ഇനി എന്തുകൊണ്ടാണ് ആ വ്യക്തിയിലുള്ള നന്മ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായത്? അവർ തമ്മിൽ അത്രയും സന്തോഷിച്ചത് എന്തുകൊണ്ടാണ്? നന്മ എവിടെ നിന്ന് വരുന്നു? നന്മയുടെ ഉറവിടം എന്താണ്? ആരാണ് നന്മയുടെ ഉറവിടം? ദൈവമാണ്. കണ്ടോ, സർവജനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയീയനായ പരിപാലകനും സകല നന്മകളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം. അങ്ങയുടെ സ്വഭാവം എന്താ? എല്ലാവർക്കും നന്മ കൊടുക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എത്ര തിന്മ ചെയ്യുന്നവരെയും സ്നേഹിക്കുക. അപ്പോ ഈ നന്മ, നമ്മൾ മറ്റുള്ളവരിലുള്ള നന്മ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചോളൂ, ഒന്ന് ചിന്തിച്ച്. നമ്മുടെ ജീവിത പങ്കാളിയിലെ, നമ്മൾക്ക് വീട്ടിലെ നമ്മുടെ അമ്മായിയമ്മ ഇവരിലുള്ള നന്മ എന്താണ്? നന്മ എന്താണ്? നമ്മുടെ ജീവിത പങ്കാളിയിൽ നമ്മൾ ആരെയെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അവരിലുള്ള നന്മ എന്താണെന്ന് ഒന്ന് ചിന്തിക്കുക. അത് നമ്മുടെ ഉള്ളിൽ ആ നന്മ മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകാറുണ്ട്. കാരണം നന്മ ദൈവത്തിൽ നിന്ന് വരുന്നു. ആ ദൈവം നമ്മളിലുമുണ്ട്, ആ ദൈവം അവരിലുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു നല്ല ആശയം ഉദിക്കുമ്പോൾ, ഏതാണ് സംഗീതം? 45 സംഗീതം. എന്താ ഇപ്പൊ പാടണ്ട, നിങ്ങളൊരു നന്മ കണ്ടെത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തയിലൂടെ നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഉടനെ നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ സമയത്തെല്ലാം ഇന്ന് കേട്ട കാര്യങ്ങളിലൂടെ നമ്മൾ ദൈവം നമ്മളിലുള്ള സകല തിന്മകളെയും ഏറ്റെടുത്തുകൊണ്ട് അതിനെ നന്മയാക്കാനാണ് വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മളിലും നമ്മുടെ ഭർത്താവിലും നമ്മുടെ കുടുംബത്തിലുമുള്ള എല്ലാ നന്മയല്ലാത്തതിനെയും ഇങ്ങോട്ട് വെക്കുക. ഈ അവതാരം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുത്ത് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇനി അത് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകരുത്, അതിവിടെ ഇറക്കി വെച്ച് നന്മ കാണുക. ഒരു 2-3 മിനിറ്റ് ഇടവേള, അത് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോകാം. നന്മ ചിന്തിക്കണം എന്നുള്ളവർ ചിന്തിക്കൊണ്ടിരിക്കുകയാണ്.